ഹായ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സിമ്പിൾ ഐറ്റമാണ്. ഫിഷ് ഫ്രൈ ആണ്. ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ ഞാൻ എടുത്തിരിക്കുന്നത് അയലയാണ്. നമുക്ക് ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ അയല മുറിച്ച് കഴുകി നന്നായി വൃത്തിയാക്കി കഴുകിയ ശേഷം ഇതുപോലെ നല്ല ആഴത്തിൽ വരയിടണം. വരയിട്ട ശേഷം ഞാനിവിടെ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1.5 സ്പൂൺ, അല്പം കാശ്മീരി ചില്ലി പൗഡർ, അല്പം ഉപ്പ്, പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്, ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി. ഇനി നമുക്ക് ആദ്യം തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി, ഉപ്പ് എന്നിവ നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിന് നമുക്ക് അല്പം വെളിച്ചെണ്ണ കൂടെ ഇതിലേക്ക് ചേർക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം തികയാത്ത പോലെയല്ലേ, പൊടി പൊടിയായിട്ടല്ലേ കാണുന്നത്. അപ്പോൾ നമുക്ക് നന്നായി കുഴയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് അല്പം വെള്ളം ചേർക്കാം. മുളകും മഞ്ഞളെല്ലാം കുഴച്ചത് ഏകദേശം ഈ ഒരു പരുവത്തിലായിരിക്കണം. ഒരുപാട് ലൂസായി പോയാൽ നമുക്ക് മീനിൽ അത് പിടിച്ച് നിൽക്കില്ല. ഇനി നമുക്ക് മീനെടുത്ത് നന്നായി ഇത് തേച്ച് പിടിപ്പിക്കാം. മസാല പുരട്ടി വെച്ചിരിക്കുന്ന അയലയാണിത്. ഇത് പുരട്ടിയ ശേഷം നമുക്കൊരു 20 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് നന്നായിട്ട് എരിവും ഉപ്പും പിടിച്ചിരിക്കും. അതുകൊണ്ട് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. ചട്ടി ചൂടായ ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി നമുക്കതിലേക്ക് നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന മീൻ ഇടാം. മീൻ നമ്മൾ ഇട്ട ശേഷം ഒന്ന് ഇളക്കി കൊടുത്താൽ നമുക്ക് അധികം അടിയിൽ പിടിക്കാതെ നമുക്ക് മറിച്ചിടാൻ കഴിയും. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, അല്പം കറിവേപ്പിലയും ചേർക്കാം. വെളുത്തുള്ളി ചതച്ചത് നമുക്ക് വെളിച്ചെണ്ണ ചൂടായ ശേഷം നമുക്ക് അന്നപ്പോൾ തന്നെ ഇടാം. പക്ഷേ വെളുത്തുള്ളി അധികം കരിയുന്നത് എനിക്ക് അത്ര താല്പര്യമില്ലാത്തതിനാലാണ് ഞാൻ അതിന് ശേഷം ചേർത്തത്. നമുക്കിത് ഹൈ ഫ്ലെയിമിലല്ലാതെ ഒരു മീഡിയം തീയിൽ വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇത് തിരിച്ചിടാം. അയല വറുത്തത് വെന്ത് പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്യാം. ഫിഷ് ഫ്രൈ റെഡിയായി. ഇത് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഫ്രൈ ചെയ്യുന്നതിൽ ആ വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം ചേരുമ്പം ഒരു പ്രത്യേക ഫ്ലേവറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.